ഇന്ന് ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് എൻ്റെ ബേസ്. കാരണം കോബിൾ സ്റ്റോൺ കിട്ടുന്നില്ല. ഞാനിതിൻ്റെ ഒരു തറ സെറ്റ് ചെയ്തിട്ടുള്ളത് കോബിൾ സ്റ്റോൺ കൊണ്ടാണല്ലോ. ആൻഡ് പകുതി അത് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. ബാക്കി ഫില്ല് ചെയ്യാനുള്ള കോബിൾ സ്റ്റോൺ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഈ ഒരു കോബിൾ സ്റ്റോൺ എടുത്ത് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഫുൾ ഫില്ലാക്കാൻ ഇന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്ത് ഈ ഒരു വീഡിയോ സെറ്റാക്കാം. സോ മെയിനായിട്ട് നമുക്കിന്ന് കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാം. നമുക്ക് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 3 കോബിൾ സ്റ്റോൺ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നില്ല. ഞാൻ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി കേട്ടോ, പക്ഷേ 2 വട്ടം ഉണ്ടാക്കിയപ്പോഴും പാളിപ്പോയി. അത് ഒരു വട്ടം ഒരു കോബിൾ സ്റ്റോൺ ഉണ്ടാവും, പിന്നെ അത് മറ്റേ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ പോർട്ടൽ ഉണ്ടാക്കുന്നേ, അതിൻ്റെ പേര് മറന്നുപോയി, അതാവുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടികൾ നിർത്തി. അങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ലീവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള ഡെക്കറേഷൻ പരിപാടി എന്ന് പറയുന്നത്. നമ്മളെ താഴോട്ട് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ബോർഡർ, അതാണ് ഞാൻ ഈ ഒരു ലീവ്സ് വെച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ബ്ലോക്ക് ഇങ്ങനെ ലീവ്സ് വെച്ചു. എന്നിട്ട് ഇത് ഫുള്ള് അങ്ങനെ എല്ലാ സൈഡിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചില സമയത്ത് 2 ലീവ്സൊക്കെ വെച്ച് അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് ഞാനിങ്ങനെ ലീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ അടയ്ക്കുന്നത്. ഇതാകുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴേക്ക് പോത്തുമില്ല, കാണാനും ഭംഗിയാണ് അത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് താഴേക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, എൻ്റെ കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, ഒറ്റ ചാട്ടം ചാടിക്കൊടുത്തു ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട് ഫോർ സേഫ്റ്റിക്ക് വേണ്ടി. സോ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ കുറേ ഷുഗർ കെയിൻസ് ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് യൂസ് ആവും വേണം. പ്ലസ് ഇവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയൊക്കെ ഇങ്ങനെ നട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ടില്ല. കുറേ ഫ്ലവേഴ്സ് കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്ന് തന്നെ ഫുള്ള് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഉള്ള രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു മൈൻഡിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് എനിക്ക് നോക്കുക എന്താണ് എനിക്ക് പിന്നെ ഉണ്ടല്ലോ, നമുക്ക് 2 ഫോക്സ് ഉണ്ടല്ലോ, അവന്മാരെ നമുക്ക് മറ്റേ ഇന്നലെ നമ്മൾ പണിഞ്ഞൊരു കൂടുണ്ട്, ഇന്നലെയാണോ പണിഞ്ഞത്, ആ ഒരു ഗോട്ടിന് ഇടാൻ വേണ്ടിയിട്ട്, ആ ഒരു സൈഡിൽ നിൽക്കുന്ന സാധനത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു കൂടുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഫോക്സിനെ ഇട്ട് കൊടുക്കാം. ബിക്കോസ് ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്, ഇതൊരു മെസ്സാണ്. സോ ആ കൂടിപ്പോൾ എന്തായാലും ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അത്യാവശ്യം വലിയ കൂടായതുകൊണ്ട് തന്നെ ഇതേപോലെ കുറേ ഫോക്സിനെ കിട്ടുമ്പോൾ നമുക്കതിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുറേ ആവുമല്ലോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഫുള്ള് മീൻസ് ഈ ഒരു ഫോക്സിനെ ആ ഒരു കൂട്ടിലേക്ക് കൊണ്ടിടാൻ വേണ്ടി പോവാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ നമ്മുടെ മാപ്പ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ മാപ്പിനകത്ത് നോക്കുന്ന സമയത്ത് നോക്കട്ടോ എന്താണെന്നുള്ളത്. എന്തോ മൂനെ ആ ഒരു നടുക്കത്തെ ഇതിൻ്റെ ലുക്ക് മാറിയതുണ്ടോ, നടുക്കത്തെ റൗണ്ടിൻ്റെ. പിന്നെ നമ്മുടെ ആ ഒരു ബേസ് ഉണ്ടാക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ റൗണ്ട് കണ്ടോ, ശരിക്കും റൗണ്ട് പോലെ ഇല്ലല്ലേ. അതിനോട് ഗൈസ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഞാൻ 2 വട്ടം പൊട്ടിച്ചിട്ടാണ് ആ റൗണ്ട് ശരിക്കും ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും പ്രോപ്പർ റൗണ്ട് ആയിട്ടില്ല. ഐ ഡോണ്ട് നോ ഗൈസ് വൈ. ദെൻ ബാക്കി ഡെക്കറേഷന് വേണ്ടി എൻ്റെ കയ്യിൽ 2 പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പൂക്കൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു മണ്ടയിൽ ഒരു പൂ വെച്ചിട്ട് ഇതിൻ്റെ പേരെന്താണ്, ലില്ലി ഓഫ് ദ വാലി, ആ പൂ എടുത്തിട്ട് വെച്ച് കൊടുത്തു. അതിന് ഓൾസോ വേറൊരു സ്ഥലത്തും കൂടെ ഇവിടെ വെക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ലില്ലി ഓഫ് ദ വാലി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി എൻ്റെ കയ്യിൽ പോട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഫ്ലവർ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് സാപ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ജംഗിൾ സാപ്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു സാപ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് ഇവിടെയും ആൻഡ് അവിടെയും വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഉണ്ട് കാണാൻ. ആ ഒരു പച്ചയുടെ ബാക്ക് ഫ്രണ്ട് നിൽക്കുന്നതോട് പച്ച കളർ ആയതുകൊണ്ടും കാണത്തില്ല, പക്ഷേ സ്റ്റിൽ സീനില്ല, ഒരു ഡെക്കറേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും തോന്നട്ടെ. എനിവേസ്, ഇനി ഇവിടെ ഉള്ളത് ഇവന്മാരെല്ലാം തട്ടണം, ബിക്കോസ് ഒരു മെസ്സാണ്, യാ. ബാക്ക് ടു മൈ
മൈനിങ് ബിക്കോസ് നമുക്ക് കുറേ കോബിൾ സ്റ്റോൺ വേണം കേട്ടോ. ഞാൻ ഇത്രയും കോബിൾ സ്റ്റോണിന് വേണ്ടിയിട്ട് ഇങ്ങനെ അയ്യോ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മളല്ലാത്ത സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കോബിൾ സ്റ്റോണിൻ്റെ എന്താണ് ഒരു പെട്ടി നിറച്ച്, എൻ്റെ നേരത്തെ സീരീസിലൊരു ഡബിൾ ചെസ്റ്റ് നിറയെ ഉണ്ടായിരുന്നു ഈ ഒരു കോബിൾ സ്റ്റോണ്. ഇന്ന് ഞാൻ ഒരെണ്ണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. മൈ ഗോഡ് യാ, എന്തായാലും വെച്ചു. അപ്പോൾ നമുക്കിനി കുറേ മൈൻ ചെയ്യണം. മൈനിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും കേട്ടോ, കാരണം ഒരുപാട് ഇങ്ങനെ കുത്തിയിരുന്ന് മൈൻ ചെയ്യണം. അപ്പോൾ അതാ ഒരു ഫോക്സിന് കിട്ടിയിട്ടോ, അവൻ്റെ ഡയമണ്ടും വായിക്കകത്ത് വെച്ചിട്ടുണ്ട്. അത് കഷ്ടമെന്ന് പറ. ആറ്റുനോച്ചൊരു ഡയമണ്ട് കിട്ടുമ്പോൾ അത് അവൻ്റെ വായിക്കകത്ത് സാരമില്ല. എൻ്റെ ആനിമൽസൊക്കെ കുറച്ച് റിച്ച് ആയതുകൊണ്ട് അവരുടെ വായിൽ ഡയമണ്ട്സ് ആണ് ഞാൻ കൊടുക്കാറ്, ഫുഡായിട്ട്. അപ്പോൾ സോ നമുക്ക് അവനെയും ആ ഒരു മറ്റേ കൂട്ടിൽ കൊണ്ടുപോയിടാം കേട്ടോ. ഓക്കെ, ഞാൻ കൂട്ടി കൊണ്ടുപോയിട്ട് ഇടാം. ഗൈസ്, നിങ്ങൾ കുറേ നേരമായിട്ട് ഞാൻ നടക്കുമ്പോൾ ഒരു ചിറകടി സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതാ ഈ സാധനം എൻ്റെ ദേഹത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അയ്യോ, ഇത് ഞാൻ എപ്പോൾ കയറി, ഞാൻ ഇതിനെ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ ദേഹത്ത് എപ്പോഴും ഇത് ഇങ്ങനെ ചുമ്മാ കയറും. അതെൻ്റെ പെട്ടിയുടെ മണ്ട കയറി വെക്കുന്ന നോക്കാം ആട്, അഹങ്കാരം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ. അയ്യോ, എൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന നോക്ക് ഗൈസ്. എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നത്. ഷോ ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡു സബ്സ്ക്രൈബ്, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം. പിന്നെ എൻ്റെ തോളത്തിരിക്കുന്ന ഈ കുട്ടിക്ക് നിങ്ങളൊരു പേര് കമൻറ്റ് ചെയ്യൂ കേട്ടോ. 3 പാരറ്റ് ഉണ്ട്, പക്ഷേ ഇതാണ് കേട്ടോ എൻ്റെ എപ്പോഴും എൻ്റെ തോളത്ത് കയറി ഇരിക്കുക. അപ്പോൾ ഒരു പേര് സജസ്റ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ ബൈ.